പോയി തുടങ്ങും നാളെ മുതൽ. ഇനി കുഞ്ഞിയെ ഇങ്ങനെ വെറുതെ ഇരുത്തിയിട്ട് കാര്യമില്ല. ഇവളുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ഇപ്പം ഇത് എന്നോടായോ ചോദ്യം? ഞാൻ ഇവളോട് എത്ര നാളായിട്ട് പറയുന്നു ലക്ഷ്മിയമ്മ എന്തെങ്കിലും പഠിക്കാൻ. ഇങ്ങനെ മടിച്ച് വീട്ടിലിരിപ്പാ പെണ്ണ്, അതും ഏതെങ്കിലും കഥയോ എഴുതിക്കൊണ്ട്. അങ്ങനെയൊന്നും അല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ജിത്തുവേട്ടനല്ലേ എന്നെ വിടാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യനും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നെ ആരും വിട്ടില്ലല്ലോ. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ കുഞ്ഞിയും നല്ലോണം ജിത്തുവിനിട്ടുള്ളത് അങ്ങ് കൊടുത്തു. ജിത്തുവേട്ടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഞ്ഞിയെ ചങ്ങനാശ്ശേരിയിൽ വിട്ടാലോ? ഗവൺമെൻറ് തന്നെ വിശ്വസ്ത സ്ഥാപനം അവിടെയുണ്ടല്ലോ. ഫാഷൻ ഡിസൈനിങ്ങോ ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ അത് രണ്ടും ഒന്നിച്ചും പഠിക്കുകയും ചെയ്യാം. 1 വർഷത്തെ കോഴ്സോ 6 മാസത്തെ കോഴ്സോ ഇവളുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ നീ. ഇതിൻ്റെ കാര്യം തന്നെ ചേച്ചി പെണ്ണെ ഞാനും ഇവരോടെല്ലാവരോടും കുറേ നാളായിട്ട് പറയുന്നത്. എന്നിട്ട് ആരും കേട്ടില്ല. ഞാൻ പറയുന്നു ആരും മുഖവിലയ്ക്ക് എടുക്കത്തില്ലല്ലോ. എൻ്റെ ചേച്ചി എങ്കിലും ഉണ്ടല്ലോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞ് ജാനിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ജിത്തു, അങ്ങനെയാണെങ്കിൽ നീ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പം കുഞ്ഞിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. അവൾക്ക് എന്ത് കോഴ്സാണ് ചേരേണ്ടതെന്ന് വെച്ചാൽ അവളും അങ്ങ് ചേരട്ടെ, വെറുതെ വീട്ടിലിരുന്ന് മടിച്ചാവണ്ട. ലക്ഷ്മിയമ്മയുടെ അവസാന താക്കീതും വന്നു കഴിഞ്ഞു. ജിത്തുവിൻ്റെ സമ്മതം കൂടി കിട്ടിയപ്പോൾ കുഞ്ഞിയും ഹാപ്പി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഹരിയുടെ വക അടുത്ത പാര കുഞ്ഞിയിലേക്ക് വരുന്നത്. അങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യനും മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ. അതൊക്കെ നിൻ്റെ ഇഷ്ടത്തിന് നീ പഠിച്ചോ. പക്ഷേ ഓൺലൈൻ കോഴ്സുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. ഏതെങ്കിലും ഓൺലൈൻ അക്കാദമിയുടെ ഡിഗ്രി എടുത്തേ പറ്റത്തുള്ളൂ. ഹരിയുടെ വാക്കിന് സപ്പോർട്ട് ചെയ്ത് ജാനിയും കൂടെ ചേർന്നതോടെ ആ കാര്യത്തിനും തീരുമാനമായി എന്ന് പറയാം. ജൂണിലെ അഡ്മിഷനെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്, എല്ലാ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെയും. അതുകൊണ്ട് ഡിസംബറിലെ അഡ്മിഷന് വേണ്ടി നോക്കാമെന്ന് അവർ തീരുമാനിച്ചു, അതും BBAക്ക്. അപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മിണ്ടാതെ ഇരിക്കുന്ന വരുണിനെ. പിന്നെ ഒന്നും നോക്കിയില്ല, വരുണിൻ്റെ ഫോൺ എടുത്ത് ജിത്തു തന്നെ ഭദ്രയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. ആദ്യ റിങ് പകുതി ആയപ്പോൾ തന്നെ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞിരുന്നു. കൂടുതലൊന്നും ചോദിക്കാൻ ജിത്തു നിന്നില്ല. അത്യാവശ്യമാണ്, നാളെ രാവിലെ ഇവിടം വരെ വരണം, അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്തിനാ ജിത്തു നീ ഫോൺ വേഗം കട്ട് ചെയ്തത്? അവളോട് ഇവിടെ അങ്ങ് നടന്ന കാര്യങ്ങളോടൊക്കെ അങ്ങ് പറയാൻ മേലായിരുന്നു. വരുണിൻ്റെ വകയായിരുന്നു ചോദ്യം. ആണോ, നിൻ്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്, അങ്ങോട്ട് വിളിച്ച് കാര്യം പറഞ്ഞാൽ എന്താ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? രണ്ടും കൂടി ഇനി ഇതിൻ്റെ പേരിൽ കിടന്ന് കടിപിടി കൂടണ്ട. നാളെയാണെങ്കിലും അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്. വരുമ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവളോട് സംസാരിക്കാം, എന്നിട്ട് മതി ബാക്കി അടിയും പിടിയുമെല്ലാം. അങ്ങനെ സമയം പോയത് ആരും അറിഞ്ഞില്ല. സന്ധ്യാനേരത്ത് വിളക്ക് കത്തിച്ചു. ജാനിയും കുഞ്ഞിയും പിള്ളേരും കൂടി നാമം ജപിക്കുവാനിരുന്നു. സർവരക്ഷകാ ദേവാ നമസ്തുതേ, സർവരക്ഷകാ ദേവാ നമസ്തുതേ, സർവരക്ഷകാ ദേവാ നമസ്തുതേ, സർവരക്ഷകാ ദൈവമേ പാഹി മാം. നിത്യവും ഭവൽപാദം നമിക്കുമീ, എൻ്റെ യാചന കേൾക്കുമാറാകണം, എൻ്റെ ഉള്ളിൽ ഭക്തിയേറുമാറാകണം, സർവനായക ദൈവമേ പാഹി മാം. മണ്ണിലാകവേ വാണരുളിടുന്ന മന്നകാരുണ്യമാകും ചിറകതിൽ എന്നെ നിത്യമണച്ചു കൊള്ളേണമേ, മന്നവാദീശ ദൈവമേ പാഹി മാം. പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് അവർ പിന്നെ എല്ലാവരും വീണ്ടും വർത്തമാനത്തിൽ മുഴുകിയിരുന്നു. കാരണം നാളെ മുതൽ ഇതിനൊന്നും സമയം കിട്ടില്ലല്ലോ. പിള്ളേരും ജാനിയും സ്കൂളിൽ പോകും, കുഞ്ഞി പഠിക്കാനും, ബാക്കിയുള്ളവർ ജോലിക്കും. 8 മണിയായപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ ആഹാരത്തിനുള്ള ബെല്ല് മുഴക്കി. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒത്തിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ കുഞ്ഞിയോട് കണ്ണുകൾ കൊണ്ട് എന്തെല്ലാമോ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജാനിക്ക് മാത്രം കാര്യമൊന്നും പിടികിട്ടിയില്ല. എങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം ധാരണയുണ്ടായിരുന്നു. അടുത്തിരുന്ന ജാനിയുടെ ചെവിയിൽ പതുക്കെ ഹരി പറഞ്ഞു, കൊച്ചേ, ഇത് നമുക്കിട്ടുള്ള പണിയാ, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട. അവളത് കേട്ട പോലെ ചെറുതായി ഒന്ന് തലയാട്ടി. അത് മാത്രം കാണിച്ചു. കാര്യം എന്താണെന്ന് ഇതുവരെയായിട്ടും ആ പൊട്ടിപ്പെണ്ണിന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല.
എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ഹരി നേരെ തൻ്റെ റൂമിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ജിത്തുവും പിള്ളേരും കൂടി പോകാനുള്ള ബാഗ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. കുഞ്ഞ് ജാനിയെയും കൂട്ടിക്കൊണ്ട് നേരെ അടുക്കളയിലേക്കാണ് വെച്ച് പിടിച്ചത്. ചേച്ചി പെണ്ണെ, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളങ്ങ് പോവും. പിന്നെ നാളെ രാവിലെ സ്കൂളിൽ പോകാൻ നേരം അതിലെയല്ലേ വരുന്നത്. അപ്പം കാണാം. പിന്നെ ഇന്നെന്താ എൻ്റെ കൊച്ചിന് പോകാൻ തോന്നുന്നില്ലേടാ? ഇഷ്ടമല്ലെങ്കിൽ നീ പറ, നമുക്ക് ജിത്തുവിനോട് ഒന്നുകൂടെ പറയാനേ, നാളെ രാവിലെ പോയാൽ മതിയെന്ന്. എൻ്റെ ചേച്ചി, നീ മന്ദബുദ്ധിയാണോ അതോ ബുദ്ധിയില്ലാത്ത പോലെ അഭിനയിക്കുകയാണോ? ആഹാ, ഇതിനകത്ത് ബുദ്ധിയുടെ കാര്യം എന്താ? നിനക്കല്ലേ പോവാൻ മടി പിടിച്ച് നിൽക്കുന്നത്. അതിനകത്ത് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാ? ദേ ചേച്ചി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രിയല്ലേ? ജാനിയെ ഹരിയുടെ റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് കുഞ്ഞിയും കുടുംബവും വീട്ടിലേക്ക് പോയത്. ജാനിമോള് റൂമിലോട്ട് പോയില്ലേടോ. താൻ എന്തിനാ ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? ടെൻഷൻ ഇല്ലാതിരിക്കുമോ? അവർ തമ്മിൽ നാടകമൊന്നുമല്ല, ശരിക്കും ജീവിതം തുടങ്ങി എന്ന് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ ഈ നെഞ്ചിലെ തീയടങ്ങൂ. അമ്മ അത് പറയുമ്പോഴും അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എടോ, തനിക്ക് തോന്നുന്നുണ്ടോ ഇത് നാടകമാണെന്ന്? മഹായുടെ കാര്യത്തിൽ അവൻ അനുഭവിച്ച വേദന അവന് നന്നായി അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇനി അഭിനയത്തിനൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഒരു തെളിവ് അത് കിട്ടാതെ ആശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒരു പാവം കുട്ടിയ ജാനി, അതിൻ്റെ കണ്ണീര് കാണാൻ എന്നെയും കൊണ്ട് പറ്റത്തില്ല ഏട്ടാ. കുഞ്ഞു പറഞ്ഞ കഥകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ ജാനിയെ നേരിൽ കണ്ടപ്പോൾ അതിലും പാവാണ് ആ കുട്ടി. എടോ, നമ്മുടെ മോനും ഒത്തിരി പാവാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും ജീവിക്കാനും കഴിയും. പക്ഷേ നമ്മൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കണമെടോ. സമയമൊക്കെ എത്ര വേണമെങ്കിലും അവരെടുത്തോട്ടെ, പക്ഷെ രണ്ടുപേർക്കും പ്രായം പോകുന്നത് ഓർമ്മ വേണം. ജാനിമോക്കിപ്പം 30 വയസ്സാണ്, നമ്മുടെ മോന് 35 വയസ്സുമായി. ഇനിയെങ്കിലും ഒരു കുഞ്ഞിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിലേ അതാകും അടുത്ത പ്രശ്നം. ബെസ്റ്റ്. ഇതെങ്ങാനും നീ നിൻ്റെ പുത്രൻ്റെ അടുത്ത് ചെന്ന് പറയരുത്. അവൻ വേറെ വല്ലതും വിളിച്ചു പറയും. കല്യാണം കല്യാണം എന്നായിരുന്നു ഇത്രയും ദിവസത്തെ പ്രശ്നം. അതിന്ന് കഴിഞ്ഞു. ഇനി കുഞ്ഞിനെപ്പറ്റി പറഞ്ഞു ചെന്നാൽ ആ ചെറുക്കൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അവന് വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടായിക്കോളുമിടൂ. അത്രയും പറഞ്ഞ് അച്ഛൻ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ കട്ടിലിലേക്ക് കയറി കിടന്നു. ഓ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കുറേ ഗുണദോഷങ്ങൾ അങ്ങ് പറഞ്ഞിട്ട് കിടന്നാൽ മതി. പെറ്റ വയറിൻ്റെ വേദന അതെനിക്കേ അറിയത്തുള്ളൂ. എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ താലോലിച്ചിട്ട് വേണം ഒന്ന് കണ്ണടയ്ക്കാൻ എന്നാരോടൊക്കെയോ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മയും കട്ടിലിലേക്ക് കടന്നു. മനസ്സു നിറയെ ഹരിയും ജാനിയും മാത്രമായിരുന്നു. അവരുടെ നല്ലൊരു ജീവിതവും. ഹരിയുടെ റൂമിൻ്റെ കതക് തുറന്ന് ജാനി അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഫോണിൽ എന്തൊക്കെയോ നോക്കി. കട്ടിലിൽ കിടപ്പുണ്ട് ഹരി. അവൾ പാല് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കതകിൻ്റെ കുറ്റിയിട്ടു. പിന്നെ പാലെടുത്തുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് നടന്നു. ഹരി കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഒരു ചിരിയോടെ അവൾക്ക് നേരെ കൈനീട്ടി. ആഹാ, അമ്മയും കുഞ്ഞിയും കൂടെ തനിക്ക് ആദ്യരാത്രിക്കുള്ള പണി തന്നല്ലേ? ഈ മുറിക്കകത്ത് നടക്കുന്ന നാടകം നമുക്കല്ലേ അറിയത്തുള്ളൂ, പുറത്താർക്കും അറിയില്ലല്ലോ. പക്ഷെ ആചാരങ്ങൾക്കൊന്നും ഒരു മുടക്കവും വേണ്ട. പാല് കുടിച്ചേക്കാം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗ്ലാസ്സിൽ നിന്നും കുറച്ച് പാല് കുടിച്ച് ബാക്കി പാല് ജാനിയുടെ നേരെ നീട്ടി. അവളും ഒരു മടിയുമില്ലാതെ ആ പാല് വാങ്ങി കുടിച്ചു. ജാനിയുടെ തൊണ്ടയിൽ നിന്ന് ആ പാല് ഒഴുകിയിറങ്ങുന്നത് ഹരി ഒരു കൊതിയോടെയാണ് നോക്കിയിരുന്നത്. അവളുടെ കഴുത്തിലൂടെ പാലിറങ്ങുന്നത് അവന് വ്യക്തമായി കാണാം. നാളുകൾക്ക് ശേഷം എന്തെല്ലാമോ വികാരങ്ങൾ തന്നെ വന്ന് പൊതിയുന്നത് അവൻ അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ലക്ഷ്മി തന്നെ മായാതെ കിടക്കുകയാണ് മനസ്സിൽ. അതുകൊണ്ട് അവളുടെ മുഖത്തു നിന്ന് കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവൻ വീണ്ടും ഫോൺ കയ്യിലെടുത്തുകൊണ്ടിരുന്നു. ജാനി പാല് കുടിച്ചിട്ട് ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് വന്നു. ഹരിയേട്ടന് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? എന്നോട് മാത്രം എന്താ അധികം സംസാരമൊന്നും ഇല്ലാത്തത്? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം നന്നേ ആർദ്രമായിരുന്നു. നിന്നോട് സംസാരിച്ച, നിന്നെ തന്നെ നോക്കി നിന്നാൽ ഞാൻ എഴുതി തന്ന എഗ്രിമെൻ്റ് എല്ലാം മറക്കും. നീ അറിയാത്ത പല വികാരങ്ങളും നിറഞ്ഞു തുടങ്ങുന്നുണ്ട് പെണ്ണെ എന്നവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ നോക്കി ചിരിച്ചു. നാളെ മുതൽ സ്കൂളിൽ പോകണ്ടേ ടീച്ചറേ? നാളെ രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്ന പോക്കിൽ സ്കൂളിൽ കൊണ്ടാക്കാം. പിന്നെ തനിക്ക് ബാഗും സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ? അവൾ ഇല്ലെന്ന് കണ്ണുകൾ കൊണ്ട് ചിമ്മി കാണിച്ചു. ഇന്നൊത്തിരി ക്ഷീണിച്ചതല്ലേ രണ്ടുപേരും, എന്നാൽ കിടന്നാലോ?
പിന്നെ എഗ്രിമെൻ്റ് ആണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് താഴെ കിടക്കുന്ന പരിപാടിയൊന്നും നമുക്കിടയിൽ വേണ്ട കേട്ടോ. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, ഒന്നിച്ച് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി കട്ടിലിൻ്റെ അരികിലേക്ക് കിടന്നു. ജാനിയും ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ മറു സൈഡിലേക്ക് കിടന്നു. ഈ ഹരിയേട്ടൻ എന്നാ ഇത്ര കുശുമ്പൻ, എന്നെ ഒന്ന് ശരിക്കും നോക്കുന്നു പോലുമില്ല. മര്യാദയ്ക്ക് എന്നോടെന്തെങ്കിലും മിണ്ടിയാലെന്താ കുഴപ്പം? ഒന്നുമില്ലേ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ, ആ ഒരു സ്നേഹമെങ്കിലും എന്നോട് കാണിച്ചുകൂടെ എന്നെല്ലാം 1000 പരിഭവങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ജാനിയുടെ കിടത്തം. എൻ്റെ മഹാദേവ, ഈ പെണ്ണെൻ്റെ സകല കൺട്രോളും കളയും. രാവിലെ തന്നെ ആ സാരി ഉടുത്ത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, വേറൊന്നും പറയാനില്ല എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഹരിയുടെ കിടത്തം. ആദ്യം കയറി വെറുതെ ആ എഗ്രിമെൻ്റ് കോപ്പൊന്നൊന്നും പറഞ്ഞ് ഒപ്പിട്ടുണ്ടായത്. ശേ, ഇവള് കൂടെ ഇങ്ങനെ കടക്കുമ്പോൾ ഉണ്ടല്ലോ, കൺട്രോൾ കിട്ടുന്നുമില്ല. എൻ്റെ ഭഗവാനേ, ആഞ്ജനേയ സ്വാമി നീ തന്നെ തുണ. ഇത്രയും നാളും തോന്നാത്ത പലതും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കൈവിട്ട് പോയാൽ ഞാനൊരു പീഡകനാകും. പെണ്ണാണെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ ദേഹത്തൊന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീൽ, കൺട്രോൾ ചെയ്യാൻ പെടുന്ന പാടെ എനിക്ക് മാത്രമേ അറിയൂ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമിയെ വിളിച്ച് താഴെ ഇറക്കുകയാണ് പാവം ഹരി. അപ്പോഴാണ് ഉറക്കത്തിൽ തിരിഞ്ഞ് ജാനി അവനോട് ചേർന്ന് വന്നത്. അവളുടെ കൈ അറിയാതെ അവൻ്റെ വയറിൽ ചുറ്റിയപ്പോൾ ഹരിയുടെ ശ്വാസം പോലും നിന്നുപോയി എന്ന് തോന്നി. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ത്രീയുടെ സ്പർശം ഇങ്ങനെ അറിയുന്നത്.